മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട സാഹചര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം വിളിച്ച് മുസ്ലിം ലീഗ്. നാളെ രാവിലെ 10-ന് പാണക്കാടാണ് നേതൃയോഗം ചേരുക. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, ഈ മുഖ്യമന്ത്രി ആരാകണമെന്നതിൽ അഭിപ്രായം പറഞ്ഞത് എം ഹസനിൽ നിന്നടക്കം ലീഗിന് ഒരു വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യമുണ്ട്. ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വേണ്ടിയാണോ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്? രണ്ട് കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് വലിയ അതൃപ്തിയുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനം വൈകുന്നതിൽ. കാരണം 102 എന്ന് പറയുന്ന വലിയൊരു അക്കത്തിലേക്ക് UDF വരികയും വലിയ വിജയമുണ്ടായിട്ട് പോലും അത് ആഘോഷിക്കാനോ ആ ജനഹിതത്തിന് അനുസരിച്ചമായ രീതിയിൽ വളരെ പെട്ടെന്ന് സർക്കാർ രൂപീകരണത്തിൽ പോകാൻ കഴിയാത്ത വിധത്തിൽ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസ് കുടുങ്ങിക്കിടക്കുകയും അങ്ങനെ UDF ആകെ തന്നെ ആ മുഖ്യമന്ത്രി ചർച്ചയിൽ കുടുങ്ങിക്കിടക്കുന്നതിനുള്ള ഒരു അതൃപ്തി ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ ജനവികാരം അനുസരിച്ചായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നൊരു സമീപനങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് താല്പര്യങ്ങളും ഗ്രൂപ്പ് ചർച്ചകളിലേക്കും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നതിനുള്ള വലിയ അതൃപ്തി ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ ലീഗിൽ ഒരു അഭിപ്രായം, മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കോൺഗ്രസിലെ താഴ്ന്ന നേതാക്കൾ മാത്രമല്ല മുതിർന്ന നേതാക്കൾ വരെ ലീഗിന് മേൽ കുതിര കയറുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം ലീഗിൽ വലിയ തോതിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാനായി നാളെ രാവിലെ 10 മണിക്ക് യോഗം ചേരാനാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും PMA സലാമും ET മുഹമ്മദ് ബഷീറും MK മുനീറും അടക്കം പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ യോഗത്തിലേക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്താണ് ലീഗ് എന്ന അർത്ഥത്തിൽ പാർട്ടി എന്ന നിലയിൽ ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നാളെ ചർച്ചയ്ക്ക് നടത്തും. കാരണം ഇത് കോൺഗ്രസിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ തരം പോലെ MLAമാർക്ക് പോലും വലിയ തോതിലുള്ള വിജയാഘോഷങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല. പലരും പുറത്തു പോകുമ്പോൾ മുസ്ലിം ലീഗിന്റെ അല്ല കാരണമെങ്കിൽ പോലും മുസ്ലിം ലീഗിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥ എന്തായി എന്ന് കൃത്യമായി ഞങ്ങൾ വോട്ട് ചെയ്ത് തന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ വൈകുന്നു എന്ന കാര്യം ചോദിക്കുമ്പോൾ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്ന നിലയിൽ ലീഗിനും ചില ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സാഹചര്യം, എന്ത് നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യാനാണ് നാളെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു യോഗം, ഡൽഹിയിലെ ചർച്ചകൾ മറ്റുമൊക്കെ ഇങ്ങനെ വൈകിപ്പോകുന്നതിൽ അത്രത്തോളം മുന്നോട്ട് പോയാൽ മതിയാവില്ല. എന്തെങ്കിലും തീരുമാനങ്ങൾ പെട്ടെന്ന് വേണം. അതോടൊപ്പം തന്നെ അതിൽ ഘടകകക്ഷികളുടെ നിലപാട് പരിഗണിക്കപ്പെടണം. ഘടകകക്ഷികൾ കൂടി സഹകരണത്തോട് വിജയിച്ച് പോയതിനു ശേഷം ഘടകകക്ഷികളെ ചില അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ തള്ളിക്കളയുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതുവരെയും MMSന്റെയോ അല്ലെങ്കിൽ മാത്യു കുഴിനാടിന്റെയോ പ്രസ്താവനകളോട് നേരിട്ട് പ്രതികരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറായില്ല. കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് മാത്രമല്ല ഹസന്റെയും കുഴൽനാടന്റെയും പ്രതികരണത്തിൽ അതൃപ്തി നേരിട്ട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ ലീഗ്? അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വം തന്നെ വലിയ തോതിൽ അവരുടെ മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകളിൽ കിടക്കുകയാണ്. മാത്രമല്ല അക്കാര്യത്തിൽ ഒരു തീരുമാനമായാൽ ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ആശയവിനിമയം നടത്താമെന്ന് ഹൈക്കമാൻഡ് അറിയിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശയവിനിമയം അവർ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പുതിയ സാഹചര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. മാത്രമല്ല അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുഴൽനാടനാണെങ്കിൽ 2ാം നിരയിലുള്ള ഒരു നേതാവാണ്. മാത്രമല്ല MMS നിലവിൽ ഏതെങ്കിലും സ്ഥാനം വഹിക്കുന്ന KPC പ്രസിഡന്റോ അല്ലെങ്കിൽ UDF കൺവീനറോ ആ അർത്ഥത്തിൽ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമല്ല. അതേസമയം ഒരു കാര്യവുമില്ലാതെ മുസ്ലിം ലീഗിന് മേൽ ചെണ്ട കൂട്ടാൻ ഇറങ്ങുന്ന അല്ലെങ്കിൽ കുതിര കയറാൻ ഇറങ്ങുന്ന രീതി എന്തായാലും മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന ഒരു സമീപനം അവർ എടുക്കുന്നുണ്ട്. എന്തായാലും അതിലെങ്ങനെയാണ് പ്രതികരിക്കേണ്ടതിനുൾപ്പെടെ സ്വാഭാവികമായിട്ടും നാളെ ലീഗ് തീരുമാനിക്കും.